ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തത വിളംബരം ചെയ്തുകൊണ്ട് തദ്ദേശീയമായി നിർമ്മിച്ച സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് മഹേന്ദ്രഗിരി ഔദ്യോഗികമായി ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. മുംബൈയിലെ മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് നാവികസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കപ്പൽ ഏറ്റുവാങ്ങിയത്. ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്റ്റ് 17A പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 7 യുദ്ധക്കപ്പലുകളിൽ അവസാനത്തേതാണ് മഹേന്ദ്രഗിരി. ഒഡീഷയിലെ കിഴക്കൻ ഹഡിലെ പർവ്വതനിരയുടെ പേരാണ് ഈ യുദ്ധക്കപ്പലിന് നൽകിയിരിക്കുന്നത്. ശത്രുക്കളുടെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് മുന്നേറാൻ സഹായിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. 149 മീറ്റർ നീളവും 17.8 മീറ്റർ വീതിയുമുള്ള കപ്പലിന് ഏകദേശം 6670 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുണ്ട്. മണിക്കൂറിൽ 28 നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ദീർഘദൂര ഉപരിതല വ്യോമ മിസൈലുകൾ എന്നിവ കപ്പലിലുണ്ട്. 76 mm സൂപ്പർ റാപ്പിഡ് ഗൺ മൗണ്ട് മിസൈലുകളെ പ്രതിരോധിക്കുന്ന ക്ലോഡ് ഇൻ വെപ്പൺ സിസ്റ്റം എന്നിവയും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ അന്തർവാഹിനികളെ തകർക്കാൻ ശേഷിയുള്ള തദ്ദേശീയമായ ടോർപിഡോ റോക്കറ്റ് ലോഞ്ചറുകളും ആധുനിക സോണാർ സംവിധാനങ്ങളും ഇതിലുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മഹേന്ദ്രഗിരിയുടെ വരവ് ഇന്ത്യയുടെ നിരീക്ഷണ പ്രതിരോധ ശേഷിക്ക് വലിയ ഉണർവ് നൽകും. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ കീഴിൽ രാജ്യത്ത് തന്നെ നിർമ്മിച്ച ഈ യുദ്ധക്കപ്പൽ സമുദ്ര സുരക്ഷയിൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കാൻ സഹായിക്കുമെന്ന് നാവികസേനാ വക്താക്കൾ അറിയിച്ചു. അത്യാധുനികമായ സെൻസറുകളും ഡിജിറ്റൽ സംവിധാനങ്ങളും ഉപയോഗിച്ച മഹേന്ദ്രഗിരി കടലിൽ നിന്നുള്ള ഏത് വെല്ലുവിളിയെയും നേരിടാൻ സർവസജ്ജമാണ്.